നമസ്കാരം. ദിവ്യ പുഷ്പങ്ങളിൽ ഒന്ന്. വാസ്തുശാസ്ത്രത്തിൽ നിരവധി സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇവ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ വിജയങ്ങൾ, വീടുകളിൽ പോസിറ്റീവായ എനർജി നിറയുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത് വിജയങ്ങൾക്ക് അടിത്തറ പാവുകയും ചെയ്യാം. ഈ സസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ ചെടി നടുന്നതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. പ്രധാനമായും വിജയങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് വർദ്ധിക്കും. ശംഖുപുഷ്പം എന്നാണ് ഈ സസ്യത്തിന്റെ പേര്. സംസ്കൃതത്തിൽ ഈ ചെടിയെ വിഷ്ണുപ്രിയ, വിഷ്ണുകാന്ത, ഗിരികർണി, അശ്വഗുര എന്നെല്ലാം പരാമർശിക്കുന്നതാണ്. ശംഖുപുഷ്പം 2 നിറങ്ങളിലുണ്ട്, വെള്ളയും നീലയും. നീല ശംഖുപുഷ്പം മഹാവിഷ്ണു ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്നാണ് വിശ്വാസം. ഇത് വീടുകളിൽ നടുകയാണ് എങ്കിൽ ആ വീടുകളിൽ പ്രധാനമായും സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. വീടുകളിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുവാൻ സാധിക്കും. അത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. വാസ്തുപ്രകാരം ശംഖുപുഷ്പം വീട്ടിൽ വളർത്തിയാലുള്ള നേട്ടങ്ങൾ, അല്ലെങ്കിൽ ഏത് ദിശയിലാണ് വളർത്തേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പരാമർശിക്കാം. വാസ്തുപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഒരു വീട്ടിൽ തീർച്ചയായും ശംഖുപുഷ്പം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹമുള്ള ഭൂമിയിൽ തീർച്ചയായും ശംഖുപുഷ്പം തനിയെ വളർന്ന് വരുന്നതാണ്. എന്നാൽ വീടിന്റെ കിഴക്ക്, വടക്ക്, വടക്ക് കിഴക്ക് എന്നീ ദിശകളിൽ ഈ ചെടി നിങ്ങൾ നടുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമായി കണക്കാക്കുന്നു. എന്നാൽ തനിയെ ഈ ദിശയിൽ വളർന്നു വരികയാണ് എങ്കിൽ മഹാഭാഗ്യം തന്നെയാകുന്നു. എല്ലാ വീടുകളിലും ഇപ്രകാരം സംഭവിക്കണമെന്നില്ല എന്നതാണ് വാസ്തവം. ഈ പരാമർശിച്ചിരിക്കുന്നതായ ദിശ ദൈവദിശയായാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ ഈ ദിശയിൽ ശംഖുപുഷ്പച്ചെടി നടുന്നത് ആ വീട്ടിൽ സന്തോഷവും ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. പ്രധാന വാതിലിന്റെ വലതുവശത്ത് ഈ ചെടി നടുന്നതും ഏറ്റവും വിശേഷമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് മംഗളകരമായ ഫലങ്ങൾ നൽകുകയും ആ വീടുകളിൽ സന്തോഷം നിലനിൽക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഈ ചെടി ഒരിക്കലും പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് ദിശയിൽ നടരുത് എന്നാണ് പറയുക. ആ കാര്യം നിങ്ങൾ ഓർക്കണം. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വീട്ടിൽ ശംഖുപുഷ്പച്ചെടി നടണം എന്ന് പരാമർശിക്കുന്നതാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ദിവസമാണ്. വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്കും വിശേഷമാണ്. വ്യാഴാഴ്ച സാക്ഷാൽ ഭഗവാന് വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഈ ദിവസം നിങ്ങൾ ശംഖുപുഷ്പം വളർത്തുന്നത് അതീവ ശുഭകരമാണ്, നടുന്നത് അതീവ ശുഭകരമാകുന്നു. ഈ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ശംഖുപുഷ്പച്ചെടി നിങ്ങൾക്ക് നടാവുന്നതാണ്. അത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. വെള്ളിയാഴ്ച ഈ ചെടി നടുന്നതിലൂടെ ലക്ഷ്മി ദേവി വീടുകളിലേക്ക് എത്തുന്നു എന്നാണ് പറയുക. വ്യാഴാഴ്ച ഈ ചെടി നടുന്നതിലൂടെ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ നിലനിൽക്കുന്നതിന് സഹായകരമായി തീരും. ശിവപ്രീതി ഉള്ളവരുടെ വീടുകളിലാണ് എങ്കിൽ തീർച്ചയായും ഇവ വിരിയുന്നതുമാണ്. എന്നാൽ ചില നക്ഷത്രക്കാരുടെ വീടുകളിൽ ഇവ വിരിയുന്നത് ഏറ്റവും ഉത്തമമായാണ് കണക്കാക്കുന്നത്. ആ നക്ഷത്രക്കാരെ കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ്. ആ ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രക്കാരാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകമാണ്. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ്. മറ്റൊരു രാശി കുംഭം രാശിയാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാരാകുന്നു. ഈ 3 രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെ വീടുകളിൽ ശംഖുപുഷ്പം വിടരുന്നത് ഏറ്റവും ശുഭകരം തന്നെയാണ്. ആരുടെ വീടുകളിൽ വിടരുകയാണ് എങ്കിലും മഹാഭാഗ്യം തന്നെയാണ്.
എന്നാൽ ഇവരുടെ വീടുകളിൽ അത് ഇരട്ടി സൗഭാഗ്യങ്ങൾ, പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർക്ക് ഇരട്ടി നേട്ടങ്ങൾക്ക് കാരണമായി തീരാം. എന്നാൽ ശംഖുപുഷ്പം വീടുകളിൽ വിടരുകയാണ് എങ്കിൽ പ്രത്യേകമായ ചില ഫലങ്ങൾ വന്നു ചേരാം. ഒറ്റ സംഖ്യയിൽ വിടരുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമായി കണക്കാക്കുന്നു. ഇരട്ട സംഖ്യയാണ് എങ്കിൽ അനുകൂലമാണ്, എങ്കിലും ചില കാലതാമസങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. പെട്ടെന്നുള്ള ആഗ്രഹ സാഫല്യമാണ് ശംഖുപുഷ്പം വീടുകളിൽ വളരുന്നതിലൂടെ അഥവാ വീടുകളിൽ വിടരുന്നതിലൂടെ പോലും ഫലമായി വന്നു ചേരുക. പല കാര്യങ്ങളിലും അത് പ്രതിഫലിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യുന്നതായ പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത വർദ്ധിക്കും. കർമ്മരംഗത്ത് ഉയർച്ച, സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും. സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ പോലും അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാം, ഐക്യം വർദ്ധിക്കാം. അംഗീകാരങ്ങൾ, പ്രശസ്തി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം, വാസ്തുപ്രകാരം ഈ ചെടി വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇല്ലാതാകും എന്നാണ് പറയുക. ഈ നീല ശംഖുപുഷ്പ ചെടി സമ്പത്തിനെ ആകർഷിക്കുന്നതാണ്. വാസ്തുപ്രകാരം ഈ ചെടി നടുന്നതിലൂടെ വീട്ടിൽ പോസിറ്റീവ് എനർജി പ്രസരിക്കുന്നതാകുന്നു. അതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. മോശം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുവാൻ ആരംഭിക്കും. ശനിയാഴ്ച ശനിദേവന് ശംഖുപുഷ്പം അർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമായി കണക്കാക്കുന്നു. ഇത് ശനിദേവനെ സന്തോഷിപ്പിക്കുകയും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഏഴര ശനിയുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് മുക്തി നേടുവാൻ സാധിക്കും. വീട്ടിൽ വിരിഞ്ഞാൽ തീർച്ചയായും വിളക്ക് തെളിയിക്കുമ്പോൾ വിളക്കിന് മുൻപിൽ നീല ശംഖുപുഷ്പം അല്ലെങ്കിൽ വെള്ള ശംഖുപുഷ്പമാണ് എങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വിശേഷമാണ്. വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ കുടുംബാംഗങ്ങളുടെ ബുദ്ധിശക്തി, ബുദ്ധി വൈഭവം വർദ്ധിക്കും. ഇതോടൊപ്പം ഈ പുഷ്പം മഹാവിഷ്ണു ഭഗവാന് സമർപ്പിച്ചാൽ കുടുംബത്തിൽ ഒരിക്കലും പരാജയങ്ങൾ വന്നു ചേരില്ല. പല കാര്യങ്ങളിലും ശരിയായ രീതിയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാനും നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സഹായകരമായി തീരും. ശംഖുപുഷ്പം അതിനാൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന സസ്യമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.